വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. നിയമസഭയ്ക്കകത്തും പുറത്തും വിഷയം ശക്തമായി ഉന്നയിക്കാനാണ് നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറച്ചത് കർണാടക മദ്യലോബിയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ്. ഇതിൽ അഴിമതിയുണ്ടെന്നും ആരോപണമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറച്ചതോടെ മദ്യവ്യാപനം രൂക്ഷമാകുമെന്നും പ്രതിപക്ഷം ആരോപിക്കുകയാണ്. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഈ ബജറ്റിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിഷേധം ഇനി ഏത് തരത്തിലേക്ക് കടക്കാനാണ് സാധ്യത? ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ബജറ്റിന് ശേഷം ഏറ്റവും അധികം പ്രതിപക്ഷം ഇപ്പോൾ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുവരികയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വില കുറച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ മദ്യലോബി സഹായിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നുള്ള മദ്യലോബിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബജറ്റിൽ വി.ഡി. സതീശൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, എൽ.ഡി.എഫ് സർക്കാരിന്റെ സമയത്ത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വില എന്ന് പറയുന്നത്, നികുതി എന്ന് പറയുന്നത് 250%. അതാണ് വി.ഡി. സതീശൻ ഇപ്പോൾ 150% കുറച്ച്. ഇത് മദ്യലോബിയെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ കാരണമാകും. അത് മാത്രമല്ല, മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയും ഇത് കാരണമാകും എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുന്നത്. സഭയ്ക്കകത്തും പുറത്തും ഇത് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം അറിയിക്കാനാണ് ഇപ്പോൾ എൽ.ഡി.എഫ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, CPM സംസ്ഥാന സെക്രട്ടറി എന്നിവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇതിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ UDF ഇപ്പോൾ പ്രതിരോധം തീർക്കുകയാണ്. കാരണം എൽ.ഡി.എഫ് സർക്കാരാണ് ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കുന്നതിന് വേണ്ടി ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുത്തത് എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു പറയുന്നത്. പക്ഷേ ഇതിൽ UDF-ന്റെ അകത്ത് നയപരമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി എം ലിജു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ശക്തമാവുകയാണ്. ശരി, എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുകയാണ് പ്രതിപക്ഷം. എന്തായാലും ഈ മദ്യവുമായി ബന്ധപ്പെട്ട നികുതി കുറച്ചതിൽ വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടെന്നുള്ള ആരോപണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പ്രതിഷേധ പരിപാടികളൊക്കെ ഇനിയും ആസൂത്രണം ചെയ്യാനിരിക്കുകയാണ് പ്രതിപക്ഷം എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.